ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ 56 കെട്ടിന് പോകുന്നതാണ് കേട്ടോ. 18ാമത്തെ വയസ്സ് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം ഇന്നത്തെ നിൽക്കുന്നത് 2 മക്കളുടെ വിധം അമ്മമാരായിട്ടാണ് കേട്ടോ. നല്ല സൗഹൃദങ്ങൾക്ക് അങ്ങനെ കാലപരിധിയൊന്നുമില്ലല്ലോ. ഡിഗ്രി പഠനം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ് കേട്ടോ ബാക്കിയുള്ള പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഞങ്ങൾ 6 വർഷം ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു. ട്രാവലിംഗ് പാടായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിച്ചേർന്നു. കുഞ്ഞുവാവ കിടക്കുന്ന മുറിയിൽ ലക്ഷ്യമാക്കി ഞാൻ പോവുകയാണ് കേട്ടോ. കുഞ്ഞുവാവ നല്ല ഉറക്കമായിരുന്നു. ചടങ്ങിന് മുന്നേ കുഞ്ഞ് കുറച്ച് നേരം ഉറങ്ങുവാണെങ്കിൽ കുഞ്ഞ് ആ സമയത്ത് കരയാതിരിക്കുന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ കിടത്തി ഉറക്കുന്നതാണ് കേട്ടോ. ഇവളുടെ ഷേപ്പും ഇവിടുത്തെ മമ്മിയുടെ ഷേപ്പും ഒക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞുവാവയ്ക്ക്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ എന്ന് ഓർത്തുകൊണ്ട് എന്നെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുകയും ചെയ്തു കേട്ടോ. അത് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, കുഞ്ഞാവ ഉറക്കത്തിൽ ചിരിച്ചതാണ്. എനിക്കും അവക്കും ആദ്യത്തെ ആൺകുട്ടിയും രണ്ടാമത്തെ പെൺകുട്ടിയാണ് കേട്ടോ. ഞങ്ങളൊന്നിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ 2 കൂട്ടുകാരും കൂടെ എൻ്റെ ഇന്ന് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അവരെയും കൂടെ കാണാമല്ലോ എന്നോർത്തുള്ള സന്തോഷത്തിലാണ് ഞാൻ. കുഞ്ഞുവാവയ്ക്ക് ഇടാനുള്ള ഉടുപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുണർന്നാൽ മാത്രം മതി. ഇതാണ് കേട്ടോ കുഞ്ഞുവാവയുടെ ഉടുപ്പ്. വീടിൻ്റെ പുറത്താണ് കേട്ടോ എല്ലാം സെറ്റാക്കിയേക്കുന്നത്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചടങ്ങിനുള്ള സമയമായിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ അനുജ. എത്രയൊക്കെ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞാലും സമയമായപ്പോഴത്തേനും കുഞ്ഞാവ കാറ് തകർത്തു വെക്കും. ഇതാണ് അവളുടെ മൂത്ത കുട്ടി, ഹസ്ബൻഡ്. അങ്ങനെ കുഞ്ഞാവയുടെ കാർച്ചോട് കൂടി പരിപാടി ആരംഭിച്ചു കേട്ടോ. ഇനിതാ കുഞ്ഞുവാവയുടെ പേര് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. കുഞ്ഞുപെണ്ണിൻ്റെ പേര് ആത്മിക പ്രവീൺ എന്നാണ് കേട്ടോ. വീട്ടിൽ വിളിക്കുന്നത് കൺമണി എന്ന് വിളിക്കും. കണ്ണൻ എന്നാണ് കേട്ടോ അനുജയുടെ ഹസ്ബൻഡിനെ വീട്ടിൽ വിളിക്കുന്ന പേര്. അതുകൊണ്ട് ആ കായും ഇവൾ മണിക്കുട്ടി, അപ്പോൾ ഇവളുടെ മണിയും കൂടെ ചേർത്ത് കൺമണി എന്നാണ് കേട്ടോ കുഞ്ഞുമാവനെ വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റ് 2 സുഹൃത്തുക്കളാണ് കേട്ടോ ഇരിക്കുന്നത്. ഒന്ന് മായ മിസ്സും മറ്റേത് അനിറ്റ മിസ്സും ആണ് കേട്ടോ. 1-2 വർഷം കൂടി കാണുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വർത്തമാനങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു.
പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നു കേട്ടോ. കാരണം ഇനി എന്നാണ് കാണുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ മാത്രമേ റിസൈൻ ചെയ്തുള്ളൂ. ഇവർ 3 പേരും ഇപ്പോഴും അവിടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. ട്രാവലിംഗ് പാടായതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നിട്ട് എല്ലാവരും പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.